നമസ്കാരം. ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കുന്ന ബാർക്കിൻ്റെ ഈ ആഴ്ചത്തെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് റിപ്പോർട്ട് പരിശോധിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതുപോലെ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, ഏഷ്യാനെറ്റ് താഴോട്ട് പോയി എന്നത് സംബന്ധിച്ച് വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള വിശദാംശങ്ങളും അതിൻ്റെ മറുപടിയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് റേറ്റിംഗ് പരിശോധിക്കാം. ആദ്യം ചാനലുകളുടെ പൊസിഷനാണ്, അത് കഴിഞ്ഞ് ചാനലുകൾക്ക് ലഭിച്ച റേറ്റിംഗ് ആണ്, അത് കഴിഞ്ഞ് വിനോദ ചാനലുകളുടെ റേറ്റിംഗ് കൂടി നമുക്ക് പരിശോധിക്കാം. പോയിന്റുകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് ചാനലുകളുടെ പൊസിഷൻ പരിശോധിക്കാം. പൊസിഷനിൽ കാര്യമായ ഒന്ന് രണ്ട് വ്യത്യാസങ്ങൾ ഈ ആഴ്ച പ്രകടമാണ്. മെയിൽ 22+ ABC എന്ന കാറ്റഗറിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസാണ്, രണ്ടാം സ്ഥാനത്ത് 24 ന്യൂസാണ്, മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസും, നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസുമാണ്. പതിവ് പോലെ 4 സ്ഥാനങ്ങൾ ആ ക്രമത്തിൽ തന്നെ പോയിട്ടുണ്ട്. എന്നാൽ 5 മുതലുള്ള സ്ഥാനങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട്. 5ാം സ്ഥാനത്ത് കഴിഞ്ഞ നിരവധി ആഴ്ചകളായി കൈരളി TV ആണ് ഉണ്ടായിരുന്നത്, കൈരളി ന്യൂസ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ആഴ്ച കൈരളി ന്യൂസ് താഴോട്ട് പോയിട്ടുണ്ട്. 5ാം സ്ഥാനത്തേക്ക് റിപ്പോർട്ടർ TV കയറി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. റിപ്പോർട്ടർ TV 5ാം സ്ഥാനത്ത്. 6ാം സ്ഥാനത്ത് ജനം TV ആണ്. 7ാം സ്ഥാനത്താണ് കൈരളി ഈ ആഴ്ച എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ അടങ്ങിയ സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, അതിലേക്ക് വരാം. 8ാം സ്ഥാനത്ത് ന്യൂസ് 18 കേരള, 9ാം സ്ഥാനത്ത് മീഡിയ 1 TV എന്നിങ്ങനെയാണ് സ്ഥാനക്രമം. ഇനി പോയിന്റ് നിലയിലേക്ക് കടക്കാം. പോയിന്റ് നിലയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 4.72 പോയിന്റിൻ്റെ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. 132.96 ആയിരുന്നത് 4.72 വർദ്ധിച്ച് 137.68 എത്തി. 24 ന്യൂസാണ് 2ാം സ്ഥാനത്ത്. 24ൻ്റെ പോയിന്റ് നില 3.18 വർധന രേഖപ്പെടുത്തി. 94.86 ആയിരുന്നത് ഈ ആഴ്ച 98.04 ആയി, 3.18 വർധനയോടെ. 3ാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ്. 1.57 വർധനയാണ് മനോരമ ന്യൂസിനുണ്ടായിരിക്കുന്നത്. 76.62 പോയിന്റ് ആയിരുന്നത് 1.57 വർദ്ധിച്ച് 78.19 പോയിന്റായി മാറി. 4ാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ്. മാതൃഭൂമി ന്യൂസിൻ്റെ പോയിന്റ് 2.65 വർധന രേഖപ്പെടുത്തി. കുറേ കാലത്തിന് ശേഷമാണ് മാതൃഭൂമിക്കൊരു വർധന, ഇത്ര കാര്യമായ വർധന ഉണ്ടാകുന്നത്. 58.04 ആയിരുന്നത് 2.65 വർദ്ധിച്ച് 60.69 പോയിന്റായി എന്നുള്ളതാണ്. 4 സ്ഥാനങ്ങളുടെ ക്രമം ഇങ്ങനെയാണ്. ഇനി 5ാം സ്ഥാനത്താണ് കൈരളി ന്യൂസ്. 5ാം സ്ഥാനത്തായിരുന്നതാണ് വ്യത്യാസപ്പെട്ട് 7ാം സ്ഥാനത്തേക്ക് പോയിരുന്നത്. എന്നാൽ 5ാം സ്ഥാനത്ത് റിപ്പോർട്ടർ TV കയറി വരുന്ന കാഴ്ചയാണ്. 0.87 പോയിന്റ് മാത്രമാണ് റിപ്പോർട്ടർ TVക്ക് കൂടിയിട്ടുള്ളത്. പക്ഷേ 5ാം സ്ഥാനത്തേക്ക് റിപ്പോർട്ടർ TV കയറി വന്നു. എങ്ങനെയാണ് എന്ന് സംശയിക്കില്ലേ? അതായത് കൈരളി ന്യൂസിന് ഈ ആഴ്ച കാര്യമായ കുറവുണ്ടായി, താരതമ്യേന കാര്യമായ കുറവുണ്ടായി. 1.61 പോയിന്റിൻ്റെ കുറവാണ് കൈരളി ന്യൂസിനുണ്ടായത്. ആ കുറവിൻ്റെ കൂടി കാര്യത്തിലാണ് റിപ്പോർട്ടർ TVൻ്റെ മുന്നോട്ടുള്ള കുതിപ്പ് സാധ്യമായത്. അപ്പോൾ റിപ്പോർട്ടർ TV കഴിഞ്ഞ ആഴ്ച 34.42 ആയിരുന്നത് 0.87 വർദ്ധിച്ച് 35.29 പോയിന്റായി 5ാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ്. 6ാം സ്ഥാനത്ത് ജനം TV ആണ്. ജനം TVക്കും കാര്യമായ വർധന ഉണ്ടായിട്ടില്ല. 0.88 പോയിന്റിൻ്റെ വർധന മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. 33.29 ആയിരുന്നത് 0.88 വർദ്ധിച്ച് 34.17 ആയി. അങ്ങനെയാണ് ജനം TV 6ാം സ്ഥാനത്തേക്ക് എത്തിയത്. 7ാം സ്ഥാനത്തുള്ള കൈരളി TVയുടെ പോയിന്റ് 1.61 കുറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. 34.67 ആയിരുന്നത് 1.61 കുറഞ്ഞ് 33.06 ആയി കൈരളി ന്യൂസ്. അങ്ങനെയാണ് അവർ 7ാം സ്ഥാനത്തെത്തിയത്. 8ാം സ്ഥാനത്ത് ന്യൂസ് 18 കേരളയാണ്. 0.87 വർധന അവർക്കുണ്ടായി. 16.62 പോയിന്റ് ആയിരുന്നത് 0.87 വർദ്ധിച്ച് 17.49 ആയി. 9ാം സ്ഥാനത്ത് മീഡിയ 1 TV ആണ്. മീഡിയ 1ന് 0.11 വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 9.24 ആയിരുന്നത് 9.24 ആയിരുന്നത് 0.11 വർദ്ധിച്ച് 9.35 ആയി. ഇങ്ങനെയാണ് ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗിൽ ഉണ്ടായിരിക്കുന്ന സ്ഥാനക്രമവും പോയിന്റ് നിലയും എന്നുള്ളതാണ്. പൊതുവേ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ അലയൊലികൾ പൂർണ്ണമായും അടങ്ങിയതിന് ശേഷമുള്ള ആഴ്ചയിലെ പോയിന്റ് നിലയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ന്യൂസ് ചാനലുകൾക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ മുൻകാലങ്ങളിലേതുപോലെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനുശേഷമുള്ള ഒരാഴ്ച നമ്മൾ പരിശോധിച്ചു ഇതിനു മുമ്പത്തെ ആഴ്ചയിൽ. ആ ആഴ്ച തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട സംഭവമാണ് കൂടുതലായി സമയം ചർച്ച ചെയ്യാൻ ഉൾപ്പെടെ ചെലവഴിച്ചത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ
വാർത്തകളുടെ പ്രളയമായിരുന്നു ആ ആഴ്ച. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ നിന്ന് വ്യത്യസ്തമായി ആ ആഴ്ച റേറ്റിംഗിൽ കാര്യമായ വർധനയുണ്ടായി. ആ അർത്ഥത്തിൽ നമ്മുടെ മലയാളം ചാനലുകളുടെ റേറ്റിംഗിൽ ഉണ്ടായിരിക്കുന്ന ഈ സ്വഭാവത്തിലെ വ്യത്യാസം വാർത്തയിലും കാണാം. ഇനിയുള്ള കാലത്ത് വാർത്തയിൽ അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടേക്കാം എന്നുള്ള കാര്യവും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തതാണ്. ഈ ആഴ്ചയും കാര്യമായ മറ്റ് രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഇല്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പല രീതിയിലാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ദേശീയ രാഷ്ട്രീയം പതിവ് പോലെ മാതൃഭൂമി ന്യൂസ് ഉൾപ്പെടെയുള്ള ചാനലുകൾ കാര്യമായി തന്നെ ചർച്ചാ വേളകളിൽ ഇടപെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ ആഴ്ചയും വലിയ കുഴപ്പമില്ലാത്ത സാഹചര്യമുണ്ട്. നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസിന് ഇടിവുണ്ടായി എന്നത് സംബന്ധിച്ച് ഉള്ള ഒരു പ്രചരണത്തിൻ്റെ കാര്യമാണ്. അത് വ്യാജ പ്രചരണമാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുക. ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗിൽ, അതായത് 19ാമത്തെ ആഴ്ച വീക്ക് 19 എന്ന് പറയുന്ന ഈ ആഴ്ചയിലെ റിപ്പോർട്ട് പ്രകാരമാണ് ഞാൻ പറയുന്നത്. ആ റിപ്പോർട്ടിൽ തന്നെ മെയിൽ 22+ ABC എന്ന കാറ്റഗറിയിലാണ് ഈ തരത്തിലുള്ള റേറ്റിംഗ് ഉണ്ടായിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് 1ാം സ്ഥാനത്ത് കാലങ്ങളായി തുടരുന്ന ചാനലാണ്. അങ്ങനെ അങ്ങ് ഇടിഞ്ഞു പോകാനുള്ള ചാൻസ് ഇല്ലാത്തൊരു ചാനലാണ്. കാരണം അത്രമാത്രം സ്വാധീനപ്പെട്ടിരിക്കുന്ന ഒരു ചാനലാണ്, അത്രമാത്രം ആളുകളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ചാനലാണ്. സ്വാഭാവികമായ ഒരു തുടർച്ച മാത്രമാണ് ഈ ആഴ്ചയും സംഭവിക്കാനിടയുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രചരണം നിലനിൽക്കില്ല എന്നുള്ളതാണ്. അത് വിശ്വാസയോഗ്യമാവില്ല എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ വസ്തുതയനുസരിച്ച് ബാർക്ക് റേറ്റിംഗിലെ റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ ഒരു വ്യത്യാസം കാണാനില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. അങ്ങനെയാണ് ന്യൂസ് ചാനലുകളുടെ നില. ഇനി വിനോദ ചാനലുകളാണ്. വിനോദ ചാനലുകളിൽ കാര്യമായ വർധന ഈ ഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. വിനോദ ചാനലുകളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ ഒരുപക്ഷെ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ആളുകൾ ന്യൂസ് ചാനലുകളെക്കാളും വിനോദ ചാനലുകളിലേക്ക് വരുന്നു എന്നുള്ളത്. ഈ ആഴ്ച 795 പോയിന്റോടുകൂടി ഏഷ്യാനെറ്റാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. സി കേരളം 221 പോയിന്റോടുകൂടി 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. മഴവിൽ മനോരമ 212 പോയിന്റോടുകൂടി 3ാം സ്ഥാനത്ത്. ഫ്ലവേഴ്സ് 167 പോയിന്റോടുകൂടി 4ാം സ്ഥാനത്ത്. സൂര്യ TV 167 പോയിന്റോടുകൂടി 5ാം സ്ഥാനത്ത്. ഏഷ്യാനെറ്റ് മൂവീസ് 164 പോയിന്റോടുകൂടി 6ാം സ്ഥാനത്ത്. കൈരളി TV 125 പോയിന്റോടുകൂടി 7ാം സ്ഥാനത്ത്. സൂര്യ മൂവീസ് 94 പോയിന്റോടുകൂടി 8ാം സ്ഥാനത്ത്. ഏഷ്യാനെറ്റ് പ്ലസ് ആണ് 9ാം സ്ഥാനത്ത് 88 പോയിന്റ്. 10ാം സ്ഥാനത്ത് കൊച്ചു TV 66 പോയിന്റ്. വി ചാനൽ 11ാം സ്ഥാനത്ത് 56 പോയിന്റ്. അമൃത TV 41 പോയിന്റോടുകൂടി 14ാം സ്ഥാനത്തും ആണ്. ഇങ്ങനെയാണ് ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗിൻ്റെ സ്ഥിതി. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ബാർക്ക് റേറ്റിംഗുമായി വീക്ക് 20 ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗുമായി കാണാം. ഈ ആഴ്ചത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.